ഞാൻ പറയാൻ പോകുന്നത് ടീം വർക്കിനെ കുറിച്ചാണ്. യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ടീം വർക്ക് ധാരാളമുണ്ട്. അതായത് നിങ്ങൾ സർപ്രൈസ് ആവണ്ട, പെട്ടെന്ന് വാച്ചബേഴ്സ് 4000 വാച്ചബേഴ്സോ അല്ലെങ്കിൽ കോൾ 1000 സബ്സ്ക്രൈബേഴ്സോ മോർ ദാൻ 1000 സബ്സ്ക്രൈബേഴ്സോ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് അറൈവ് ചെയ്യുന്നതിൽ നിങ്ങൾ സർപ്രൈസ് ചെയ്യണ്ട. അതിൽ വലിയൊരു ടീം വർക്കുണ്ട്. ടീം വർക്ക് ചിലർ ചെയ്തു കൊടുക്കുന്നത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടാണ് ആ ടീം വർക്ക് നടത്തുന്നത്. ടെലഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ളതൊക്കെ. ചിലർ ഒരുപാട് മൊബൈലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് റണ്ണിങ് ഓഫ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്കിംഗ് ഓഫ് മൊബൈൽസ്, അതല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഒന്നിലധികം ചാനലുകൾ അങ്ങനെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആ വാച്ച് വേഴ്സ് ഉണ്ടാക്കുന്നത്. അത് അവർക്ക് മാത്രമല്ല കേട്ടോ, അവർ വേറെയുള്ളവർക്ക് ആ വാച്ച് വേഴ്സൊക്കെ വിൽക്കും, ചാനൽ വിൽക്കും. അതായത് 4000 വാച്ച് വേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ വാച്ച് വേഴ്സ് ഉണ്ടാവണമെന്നില്ല, അത് അവർ ഉണ്ടാക്കി തരും. 1000 സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ അവർ വിൽക്കും നല്ല പ്രൈസിന്. പിന്നെ നിങ്ങളിപ്പോൾ ഒരാളെ അപ്രോച്ച് ചെയ്ത് വെച്ചോ ഫ്രം ദാറ്റ് ടീം, ഒരുപാട് ടീംസ് ഉണ്ടാവും കേട്ടോ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ പറയും, ഇപ്പം നാട്ടിലിപ്പം ഇപ്പോഴത്തെ റേറ്റ് അറൗണ്ട് 20,000 ആണ്. നിങ്ങളുടെ അപ്പോൾ 20 ആൻഡ് എബവ് ആണ് ഇപ്പോഴത്തെ റേറ്റ്. അത് ഞാനിത് പ്രൊമോട്ട് ചെയ്യണതല്ല, കാരണം ഒരു സക്സസ്ഫുൾ സ്റ്റോറി നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ഹാർഡ്ഷിപ്പ് വേണം, ഹാർഡ് വർക്ക് വേണം. അപ്പോൾ എന്നാലും ആ ഒരു ത്രില്ല് കിട്ടുള്ളൂ. പക്ഷെ ചിലർക്ക് അവർക്ക് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ടാവും, അല്ല ടെഡ് ടോക്കോ അങ്ങനത്തൊക്കെ എനിക്കറിയില്ല, ടെഡ് ടോക്കെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പലതരം ബിസിനസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ടീം വർക്ക് അവർ അപ്ലൈ ചെയ്യുന്നത്. പെർ പോസ്റ്റ് അല്ല പെർ ഷോട്ട് അല്ലെങ്കിൽ പെർ വീഡിയോന് അവർ 4000 വാങ്ങുന്നവരുണ്ട്. അപ്പോൾ 4000 വാങ്ങുന്നവരുണ്ട് ആസ് പെർ ദ റിക്വയർമെൻറ്റ്. പിന്നെ ചിലർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തരാം, അതുപോലെ നിങ്ങൾ വേറെയുള്ളവർക്കും 1000 സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കണം. അതായത് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ വൈഫൈ, മൊബൈൽ കണ്ടിന്യൂസ് ആയി റൺ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തന്ന പോലെ തന്നെ എനിക്ക് ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ പറ്റും. ആ ഒരു സഹകരണം ചിലർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതൊരു ഫീൽഡിലുള്ള പോലെ തന്നെ ഇത് കറപ്ഷനാണോ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തെറ്റ് ശരി നമ്മളല്ലല്ലോ നിശ്ചയിക്കണം. അപ്പോൾ ഹാർഡ് വർക്കിൻ്റെ ത്രില്ലൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ വേ ഉണ്ടല്ലോ. അതായത് ഓരോ 4 or 6 months അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ ചിലർ 2 years ഒക്കെ എടുത്തിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ആ മാർഗം സ്വീകരിക്കാം. അതല്ല പെട്ടെന്ന് റിച്ച് ആവണ പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് കാശുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടീം വർക്ക് ഏജൻസിനെ ബന്ധപ്പെടാം. ഏതായാലും എനിക്ക് അതിൽ താല്പര്യമില്ല ടീം വർക്ക് ആയിട്ട് ബന്ധപ്പെടാൻ. കാരണം എനിക്ക് പൈസയേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ത്രില്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ത്രില്ല് എനിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അത്തരത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രൊമോട്ടും ചെയ്യുന്നില്ല. താങ്ക് യു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ വൈറ്റി എന്താ പറയുക, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ വൈറ്റി സ്റ്റുഡിയോ അതിൽ നോക്കുമ്പോൾ വ്യൂസൊക്കെ കൂടുതൽ കാണാം. പിന്നെ അതങ്ങോട്ട് വ്യൂസൊക്കെ റെഡ്യൂസ് ചെയ്ത് പോകും. അത് എന്താണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞതാണ്. ചിലർ ബിറ്റ് കോയിൻ മൈനിങ് നടത്തുന്ന ഏകദേശം മോഡലിൽ 24/7 അവരുടെ മൊബൈൽ ചാലുവാണ്. അതായത് മൊബൈൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലൂപ്പ് പോലത്തെ എന്താ പറയുക, ലൂപ്പിലിട്ടിട്ട് ഓരോ ഷോർട്ട്സ് ഇട്ടിട്ട് അതിങ്ങനെ റൺ ചെയ്ത് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കണം ത്രൂ ദ ഡേയ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു. യൂട്യൂബ് വാച്ച് വേഴ്സ് കണക്കാക്കുന്നത് പെർ ഡേ ആണ്. അതായത് ഇന്നിപ്പോൾ നമുക്ക് 4000 വാച്ച് വേഴ്സ് ഉണ്ടെങ്കിൽ പിറ്റേന്നും 4000 വാച്ച് വേഴ്സ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഷോർട്ട്സോ അല്ല ലോങ് വീഡിയോസ് തന്നെ
ഇടണം. അല്ലെങ്കിൽ ഷോർട്സിന് ഇപ്പോൾ പൈസ കിട്ടുന്നുണ്ട്, ഷോർട്സിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ട്. അപ്പോൾ അതിന് ഓരോ കൊല്ലം ചെല്ലുന്തോറും അപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ 20,000-ലധികം കൊടുക്കേണ്ടി വരും ഈ ടീംസിന്. ഓരോ പ്രാവശ്യവും ഓരോ കൊല്ലം വാച്ച് അവേഴ്സ് കുറയുമ്പോൾ. അപ്പോൾ അത് എത്രത്തോളം ഫ്രോഡാണെന്ന്